So this is yet another unplanned vlog. ഞാൻ എൻ്റെ സ്കൂളിലാണിപ്പോൾ, ഹോളി ഏഞ്ചൽസ് ISC സ്കൂൾ നന്ദൻകോട്. അപ്പോൾ ഇന്ന് സ്കൂളിൽ വന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഹൻസിക്കയുടെ 11th സ്റ്റാൻഡേർഡിൻ്റെ അഡ്മിഷൻ എടുക്കണം. സോ വിൽ ഹാവ് ടു കം ആൻഡ് രജിസ്റ്റർ. അവൾ എന്ത് കോഴ്സാണ് എടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഉറക്കം എണീറ്റ് വന്നപ്പോൾ അമ്മ പറഞ്ഞു സ്കൂളിൽ പോവുകയാണ് ഹൻസിക്കയുടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ I don't know, for some reason I just got excited because I just wanted to see my school. ആരും ഇല്ലാണ്ട് ആകുമ്പോൾ നല്ല സമാധാനത്തിൽ യു ക്യാൻ സീ യുവർ സ്കൂൾ. അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയായി ഓടിച്ചാടി വന്നു. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഐ തോട്ട് ഓക്കെ ഐ ജസ്റ്റ് മേക്ക് എ ലിറ്റിൽ വ്ലോഗ് ബിക്കോസ് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും പോലെ തന്നെ നമ്മൾ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് സച്ച് എ സ്പെഷ്യൽ ഫീലിംഗ് അല്ലേ. ദിസ് ഈസ് ആർ അസംബ്ലി. എൻ്റെ സ്കൂൾ ഇസ് ക്വൈറ്റ് എ സ്മോൾ സ്കൂൾ. ഭയങ്കര വലിയ മറ്റേ ഓഡിറ്റോറിയം അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് എ വെരി സ്മോൾ ആൻഡ് പ്രിറ്റി ക്യൂട്ട് സ്കൂൾ. സോ ദിസ് വാസ് ആർ അസംബ്ലി ഗ്രൗണ്ട്. ആൻഡ് ആ സ്റ്റേജിലാണ് ഞാൻ എൻ്റെ എല്ലാ ഡാൻസും അസംബ്ലി സ്പീച്ചസും ഒക്കെ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് ഇന്നിപ്പോൾ എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇഫ് ഐ എം വെരി കോൺഫിഡൻറ്റ് ഓർ എനിക്കിപ്പോൾ ഒരു ക്രൗഡ് കണ്ടാൽ എനിക്കൊരു ടെൻഷൻ ആവില്ലെങ്കിൽ ദ വൺ ആൻഡ് ഓൺലി റീസൺ ഫോർ ഓൾ ഓഫ് ദാറ്റ് ഇസ് ദിസ് സ്റ്റേജ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എന്നല്ല, ഞാൻ എൻ്റെ എല്ലാ ജീവിതത്തിലെ എനിക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയതോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രൗഡ് ഫിയറൊക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുള്ളതൊക്കെ ഈ സ്റ്റേജിലാണ്. ഞാൻ എന്തെങ്കിലും ഡാൻസ് കളിക്കുമ്പോൾ ആൾക്കാർ കൈയടിച്ചിട്ടുള്ളതോ സ്പീച്ച് മൈക്കിൽ ആദ്യമായിട്ട് എൻ്റെ ശബ്ദം കേട്ട് പറഞ്ഞിട്ടുള്ളതോ ഒക്കെ സംഭവിച്ചിട്ടുള്ളത് ഈ സ്റ്റേജിലാണ്. സോ ദിസ് ഈസ് എ വെരി 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 സ്പെഷ്യൽ പ്ലേസ് ഫോർ മീ. ഞാൻ നിങ്ങളെ എന്ത് കാണിക്കാം ഇപ്പോൾ I'll show you എൻ്റെ ഐ ഡോണ്ട് നോ ക്ലാസ് റൂംസിലൊക്കെ കയറാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. എൻ്റെ 10th സ്റ്റാൻഡേർഡ് ക്ലാസ് റൂം കാണിച്ചു തരാൻ പറ്റുമെന്ന്. ലെറ്റ് മീ സീ. ഓക്കെ, ബിഫോർ ഗോയിങ് ടു മൈ 10th സ്റ്റാൻഡേർഡ് ക്ലാസ് റൂം ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഐ സോ ദിസ് വിച്ച് ഈസ് നമ്മൾ കൈ കഴുകാൻ വരുന്ന ഏരിയ ആയിരുന്നു. എൻ്റെ ക്ലാസ് റൂം അവിടെയായിരുന്നു. ആ കാണുന്ന അതായിരുന്നു എൻ്റെ ക്ലാസ് റൂം. അപ്പം നമ്മളെപ്പോഴും കൈയൊക്കെ കഴുകാൻ വരുന്ന വാഷ് ബേസിനായിരുന്നു ഇത്. സോ ഇറ്റ്സ് എ വാട്ടർ കൂളർ. ഐ തിങ്ക് ഞാൻ 11th പഠിക്കുമ്പോഴാണ് നമുക്കൊരു ന്യൂ പ്രിൻസിപ്പൾ വന്നത്. 11th അല്ല, സോറി ഞാൻ 7th പഠിക്കുമ്പോൾ സിസ്റ്റർ ലിനിസ് എന്ന് പറഞ്ഞിട്ട് when I was in 7th or 8th ആണ് ആ പ്രിൻസിപ്പൾ വന്നത്. സോ ഷീ ഡിഡ് എ ലോട്ട് ഓഫ് ന്യൂ എക്സൈറ്റിംഗ് തിങ്സ് ഇൻ അവർ സ്കൂൾ. വൺ ഓഫ് ദി തിങ്സ് വിച്ച് ഷീ ഡിഡ് സിസ്റ്റർ ലിനിസിൻ്റെ ബർത്ത്ഡേക്ക് സിസ്റ്റർ ലിനിസ് നമ്മുടെ സ്കൂളിന് തന്നൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെയായിരുന്നു ഈ വാട്ടർ കൂളർ. അപ്പോൾ ഈ വാട്ടർ കൂളറിൽ നമുക്ക് തണുത്ത വെള്ളം കിട്ടും. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ പിള്ളേരും വി വാസ് സോ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. കാരണം അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ആ ബോട്ടിലെ വെള്ളമല്ലേ നമുക്ക് അത് കുടിച്ച് തീർന്നാൽ ഇത് എപ്പോൾ വേണമെങ്കിലും വി ക്യാൻ കം ഹിയർ ആൻഡ് ടേക്ക് വാട്ടർ ആൻഡ് തണുത്ത വെള്ളം ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ ദിസ് കൂളർ യൂസ് ടു ബി ദ സൂപ്പർ സ്റ്റാർ ഓഫ് മൈ സ്കൂൾ. യാ, ലെറ്റ് മീ സീ. ഓൾസോ ആ പുതിയ പ്രിൻസിപ്പൾ വന്നപ്പോഴായിരുന്നു ഷീ കെപ്റ്റ് ദീസ് ഫാൻസി ഡസ്റ്റ്ബിൻസ്. ആ പെൻഗ്വിൻ്റെ ഡസ്റ്റ്ബിൻ, അതുവരെ നമ്മുടെ സ്കൂളിൽ മറ്റേ സാധാ ഡസ്റ്റ്ബിനായിരുന്നു. പെൻഗ്വിൻ, താഴെ മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക് ഒക്കെ ഉണ്ട്. വി വർ സോ എക്സൈറ്റഡ് അതിൽ വേസ്റ്റ് ഇടാൻ. ആക്ച്വലി ഇറ്റ് വാസ് എ വെരി സ്മാർട്ട് മൂവ്. ലിനിസ് എന്ന് പറയുന്ന പ്രിൻസിപ്പൾ ഷീ വാസ് എ വെരി പ്രൊആക്റ്റീവ് ലേഡി. ഇങ്ങനത്തെ കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതുവരെ തറയിൽ വേസ്റ്റ് ഇട്ടുകൊണ്ട് കിടന്നാൽ നമുക്ക് പെട്ടെന്ന് വല്ലവരുടെയും വേസ്റ്റും കൂടി എടുത്ത് ഡസ്റ്റ്ബിനിലിടാനുള്ളൊരു പ്രചോദനമായിരുന്നു. ഐ വാസ് സോ എക്സൈറ്റഡ് ടു use that dustbin. Okay, wait, let me see. This was my 10th standard corridor. ഇവിടെയാണ് 10th standard classes. There is 10A. I was in 10B. ഇപ്പോഴത്തെ 10B അവിടെയാണ്. പക്ഷെ ഞാൻ 10Bയിൽ പഠിക്കുമ്പോഴത്തേക്ക് അതിവിടെ. Okay. There are differences. ഇപ്പോൾ ചെയറും ടേബിളും ആണ്. കാരണം 11th ക്ലാസ് റൂം ആയതുകൊണ്ടായിരിക്കും. ഞാൻ 10th ഇറ്റ് വാസ് സാധാരണ മറ്റേ ബെഞ്ചും ഡെസ്കും ആയിരുന്നു. ബ്ലാക്ക് ബോർഡ്, ഐ ഹാവ് എ സ്റ്റോറി അബൌട്ട് ദ ബ്ലാക്ക് ബോർഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലെൻലിനെസ്സിൻ്റെ OCD കുറിച്ച് അറിയാമല്ലോ. എനിക്കെല്ലാം ഭയങ്കര വൃത്തിയായിട്ട് വെക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. സോ നൗ ഐ റിയലൈസ് ദാറ്റ് ഐ ഹവ് ഓൾവേസ് ഹാഡ് ഇറ്റ്.
കാരണം എനിക്ക് ബ്ലാക്ക് ബോർഡ് ഇപ്പോൾ ഇരിക്കുന്നില്ലേ, എനിക്ക് ബ്ലാക്ക് ബോർഡ് ഇങ്ങനെ ഇരിക്കണം രാവിലെ. ഓക്കെ, എനിക്ക് ബ്ലാക്ക് ബോർഡ് മറ്റേ പൊടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അപ്പം ഞാൻ സ്വന്തമായിട്ട് അങ്ങോട്ട് പോയി ചോദിച്ചു, ഞാൻ ബ്ലാക്ക് ബോർഡ് ലീഡർ ആയിക്കോട്ടെ മാം ടീച്ചറിന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടിയാണ് എന്നും രാവിലെ ആൻഡ് രാത്രി ക്ലാസ് കഴിയുമ്പോൾ ബ്ലാക്ക് ബോർഡ് മറ്റേ ഡസ്റ്റർ ഇട്ട് മാച്ചിട്ട് ഡസ്റ്റർ കൊണ്ടുപോയി കഴുകി പിഴിഞ്ഞ് വന്ന് ഇങ്ങനെ തുടയ്ക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ ക്ലീൻ ആവും. I was obsessed with the blackboard of my class being neat. So I remember ആർക്കും ആവണ്ടാത്തൊരു ജോലി അത്, കാരണം ഡസ്റ്റ് അലർജി ഒക്കെ ഉണ്ടാവും. പക്ഷേ ഐ ഡിഡ്ന്റ് ഹാവ് ഡസ്റ്റ് അലർജി. ഐ തിങ്ക് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചു, എന്നെ ഒന്ന് ബ്ലാക്ക് ബോർഡ് ലീഡർ ആക്കാമോ. സോ ഐ യൂസ് ടു ബി ബ്ലാക്ക് ബോർഡ് ലീഡർ ഏതൊക്കെയോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. സോ യാ, ദിസ് വാസ് മൈ 10B ക്ലാസ് റൂം. 10B ക്ലാസ് റൂമിൽ എനിക്ക് അങ്ങനെ ഭയങ്കര നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും 10Aയിലായിരുന്നു. They did shuffling after 8th and 9th and all my friends were in 10A. Few friends were in 10C. ഞാൻ മാത്രം 10B. ഏതോ ഒരു ഫ്രണ്ട് എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 10Bയിൽ എനിക്ക് വലിയ മെമ്മറീസ് ഒന്നും ഇല്ല. ഞാൻ ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ എപ്പോഴും കൂടി അപ്പുറത്ത് പോകുമായിരുന്നു. ബട്ട് യാ, എനിവേസ് എൻ്റെ 10th സ്റ്റാൻഡേർഡ് ക്ലാസ് റൂം ആയിരുന്നു ഇത്. ഞാൻ ഈ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഫിസിക്സിന് ഫെയിലായത്. ഫിസിക്സിൻ്റെ ഫസ്റ്റ് മോഡൽസ് ഐ ഗോട്ട് 20 out of 80. ആൻഡ് യാ, ആദ്യമായിട്ടാണ് എനിക്ക് അത്രയും ഒരു പൊട്ട മാർക്ക് അല്ല, അങ്ങനെയല്ല, അതപ്പോഴായിരുന്നു. സോ യാ, ദിസ് വാസ് മൈ 10th സ്റ്റാൻഡേർഡ് ക്ലാസ് റൂം. ഇനി what do I show you? Oh my god, കാണിക്കാൻ തുടങ്ങിയത് so much to show. ന്യൂ ഹാൾ ലോക്ക്ഡൗൺ. സോ സംതിങ് കോൾഡ് ദ ന്യൂ ഹാൾ. നമ്മുടെ ഫെയർവെല്ലൊക്കെ ഇവിടെയാണ് നടന്നത്, ഫെയർവെൽ പാർട്ടിയൊക്കെ. ആൻഡ് എന്തെങ്കിലും കൊച്ചു കൊച്ചു പല പണ്ട് നമ്മുടെ സ്കൂളിൽ ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി വന്നപ്പോൾ വെയിറ്റ്, ക്ലോസ്ഡ് ആണ്. ഉമ്മൻചാണ്ടി വന്നായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ. അയ്യോ, വി വാസ് സോ എക്സൈറ്റഡ്. അപ്പോൾ ആ ഫംഗ്ഷനൊക്കെ ഇവിടെയാണ് നടന്നത്. ഇത് എൻ്റെയൊക്കെ LKG ക്ലാസ്സിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അഗൈൻ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഓപ്പൺ. ഈ ഒരു പാർക്ക് ഞാൻ 11th ഞാൻ 12th പഠിക്കുമ്പോഴാണ് ഈ പാർക്ക് വന്നത്. വി വാസ് സോ എക്സൈറ്റഡ്. ഐ മീൻ ഓഫ് കോഴ്സ് ദ പാർക്ക് വാസ് നോട്ട് ഫോർ us, ഇറ്റ് വാസ് ഫോർ LKG UKG കിഡ്സ്. പക്ഷേ ഐ തിങ്ക് ആ സ്കൂൾ നെവർ ഹാഡ് എ പാർക്ക് ബിഫോർ ദാറ്റ്. ഐ തിങ്ക് വി വാസ് സോ എക്സൈറ്റഡ് വെൻ ദിസ് പാർക്ക് കെയിം. നമുക്ക് മറ്റേ അങ്ങനെ എൻ്റെ 12th കഴിയുന്ന, അല്ല 12th ആണോ 10th ആണോ, എൻ്റെ 12th കഴിയുന്ന ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട്സും ഈ പാർക്കിൽ വന്നിട്ട് കുറേ ഫോട്ടോ എടുത്താണ്. അന്ന് അവിടെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിതിലൊക്കെ കളിച്ച് എല്ലാത്തിലും കയറി ഫോട്ടോ ഒക്കെ എടുത്ത് ഇറ്റ് ഈസ് നൈസ്. ലൈക്ക് എനിക്കിപ്പോഴും ഈ പാർക്ക് കാണുമ്പോൾ ഐ ഫീൽ സോ എക്സൈറ്റഡ് ബിക്കോസ് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പണ്ട് തോന്നിയൊരു ഇമോഷൻ ഉണ്ടാവും. ആൻഡ് വെൻ യു ആക്ച്വലി ഗോ ടു ദറ്റ് പ്ലേസ് യു ഫീൽ ദറ്റ് സെയിം ഇമോഷൻ അഗൈൻ, റൈറ്റ്? യാ, ഐ മീൻ ഓക്കെ. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അമ്മ കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ കണ്ടത്. സോ നമ്മുടെ സ്കൂളിലെ ഒരു മെയിൻ ഐറ്റം ആയിരുന്നു ഈ മഞ്ചാടിക്കുരു. അപ്പോൾ നമ്മളിങ്ങനെ കൊച്ചായിരുന്നപ്പോൾ എല്ലാവരും മറ്റേ റേസൊക്കെ വെക്കുമായിരുന്നു, ഏറ്റവും കൂടുതൽ മഞ്ചാടിക്കുരു പറക്കുന്നത് ആരാണ്. പക്ഷെ ഞാൻ മറന്നേ പോയായിരുന്നു ഈ കാര്യത്തിനെയൊക്കെ കുറിച്ച്. ലൈക്ക് നമ്മൾ പണ്ട് വീട്ടിലൊക്കെ കൊണ്ടുവരുമായിരുന്നു അല്ലേ, നമ്മൾ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത് മറ്റേ മറ്റേ എന്തോ വലിയ ഡയമണ്ടൊക്കെ കിട്ടിയതുപോലെ വി യൂസ് ടു ടേക്ക് ഇറ്റ് ഹോം. നമ്മുടെ സ്കൂളിൻ്റെ ഒരു മെയിൻ ഐറ്റം ആയിരുന്നു മഞ്ചാടി. ഇത് ഏതെന്നാ വീഴുന്നത്? കുറേ മരങ്ങളുണ്ട്. യാ, ലൈക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഒരു മെയിൻ ഐറ്റം ആയിരുന്നു മഞ്ചാടിക്കുരു. എന്തായാലും ഇന്ന് കളക്ട്. ശരി, ഐ വിൽ സീ ഇഫ് ഐ കൻ ടേക്ക് യു ടു മൈ LKG ക്ലാസ് റൂം. ഓക്കെ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ഓപ്പൺ. ഇപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് ദെൻ ദാറ്റ് വാസ് മൈ LKG ക്ലാസ് റൂം. വെയിറ്റ്, ലെറ്റ് മീ ഷോ യു. ഇതായിരുന്നു എൻ്റെ LKG ക്ലാസ് റൂം. ഐ വാസ് ഇൻ LKG B ആൻഡ് UKG B. അതൊക്കെ പിന്നീട് വന്നതാണ്. ബട്ട് ദിസ് വാസ് മൈ ക്ലാസ് റൂം. ഇങ്ങനെ കയറിയിട്ടായിരുന്നു അകത്തേക്ക് പോകുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ ആദ്യം LKGയിലായിരുന്ന ദിവസം
I just had this one friend called Ritika and Koshi എന്ന് പറഞ്ഞിട്ട്. She was my best friend for a long time. So I was crying and all on the first day. എനിക്ക് ഭയങ്കര ലോസ്റ്റ് ആയിട്ടൊക്കെ തോന്നുമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും എന്നെ എവിടെയോ കൊണ്ട് വിട്ടിട്ട് പോയി എന്നുള്ളൊരു ഫീലിംഗ്. അപ്പോൾ ഋത്തിക്കയാണ് എൻ്റെ അടുത്തിരുന്നത്. ഋത്തിക്കനെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിന് അറിയായിരുന്നു. സോ ഋത്തിക്ക വാസ് 6 months ഓൾഡർ ആയിരുന്നു. അപ്പോൾ അവളെന്തോ വലിയ കുട്ടീനെ പോലെ ഇരിക്കുമായിരുന്നു. LKG പഠിക്കുന്ന 6 മാസം മൂത്ത വലിയ കുട്ടി. സോ ഷീ വാസ് വെരി ഓക്കെ. സോ ഷീ വാസ് ടെല്ലിങ് മീ, അമ്മു കരയണ്ട അമ്മു, ഞാൻ ചോക്ലേറ്റ് തരാം ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ. സോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഋത്തിക്കേൻ്റെ സമാധാനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. സോ ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ ആ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വെളിയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നേ. ആൻഡ് ഐ കുഡ് സീ ദിസ് ട്രീ. ഓക്കെ. അപ്പോൾ എനിക്കിങ്ങനെ അത് നോക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നും, അയ്യോ ഞാൻ എവിടെയോ ഒറ്റയ്ക്കായിപ്പോയി. ഇത്രയും നാൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പെട്ടെന്ന് യുവർ ഇൻ ദിസ് അതർ പ്ലേസ്. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഐ കുഡ് സീ ദിസ് ട്രീ. ഓക്കെ. ആൻഡ് ദാറ്റ് ട്രീ ഈസ് സ്റ്റിൽ ഹിയർ. ആൻഡ് വെൻ ഐ ലുക്ക് അറ്റ് ദാറ്റ് ട്രീ ഐ കൻ ജസ്റ്റ് feel whatever I felt that day. I mean, now when I look at it, I probably when I was 3.5 years old, when I was looking at this tree, I was feeling vulnerable. I was feeling like, where the hell have my parents come and put me? You know, I feel so lost and all of that. But yeah, like 22 years after that, when I look at that tree, I don't know, I don't feel very vulnerable. I feel reasonably proud of the individual I've grown up to be, and this place where I'm standing is very responsible. നമ്മൾക്ക് ഇന്ന് തോന്നുന്ന ഒരു കോൺഫിഡൻസിന് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഇസ് വെരി വെരി റെസ്പോൺസിബിൾ. ആൻഡ് ഐ തിങ്ക് നമുക്ക് അന്ന് തോന്നിയ ഒരു വൾണറബിലിറ്റി, ഒരു ലോൺലി ഫീലിംഗ്, ഒരു ലോസ്റ്റ് ഫീലിംഗ് ഒക്കെയാണ് നമുക്കങ്ങനെ ഒരു ഓപ്പൺ ഒന്നും ഇല്ലാണ്ട് നിൽക്കുമ്പോഴല്ലേ നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ വരാൻ ഒരു സ്കോപ്പ് ഉണ്ടാവത്തുള്ളൂ. സോ മേ ബി ഇറ്റ്സ് ഓക്കെ ടു ഫീൽ വൾണറബിൾ അറ്റ് ടൈംസ്. ഓക്കെ, നൗ ഐ എം ലാഫിങ് ബിക്കോസ് ഐ എം സീയിങ് ഹൻസു ബേബീസ് ക്ലാസ് റൂം. ഹൻസു UKG പഠിച്ച ക്ലാസ് റൂം. അതാണ് ആക്ച്വലി. ദാറ്റ് വാസ് ഹൻസിക്കാസ് ക്ലാസ് റൂം. ഇതായിരുന്നു ഹൻസിക്കയുടെ ക്ലാസ് റൂം. നമ്മളെന്നും ഹൻസുവിനെ ഇവിടെ വിട്ടിട്ട് പോകുമ്പോഴത്തേക്ക് അവൾ മറ്റേ കരഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. ഐ മീൻ ഇറ്റ്സ് സോ വിയേർഡ്. ഹൻസിക്ക ഇവിടെ LKG ചേരുന്നത് ഞാൻ 9th പഠിക്കുമ്പോഴാണ്. ആൻഡ് ഇറ്റ് ജസ്റ്റ് ഫീൽസ് ലൈക്ക് യെസ്റ്റർഡേ. ഐ കാൺട്ട് ബിലീവ് ദാറ്റ് we've come here to take admission for her 11th standard. ഇവിടുത്തെ നമ്മൾ നോക്കുന്ന ആൻറ്റിമാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ചോദിക്കുക, ഇളയാളോ 10th ക്ലാസ് കഴിഞ്ഞോ, 11th ക്ലാസ് ആയോ എന്നൊക്കെ. ഓ മാൻ, ഐ മീൻ ടൈം, ദിസ് സ്റ്റുപ്പിഡ് തിങ് കോൾഡ് ടൈം, ഇറ്റ് ഗോസ് സോ ഫാസ്റ്റ്. അപ്പോൾ ഇതെൻ്റെ ക്ലാസ്. അമ്മ ഇവിടെ ആയിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ LKG പഠിക്കുമ്പോൾ അതാ ഞാൻ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ എത്രയോ ദിവസം അമ്മൂനെ എടുത്തിട്ട് പോയിട്ടുണ്ടല്ലേ. എന്താ ഞാൻ നടക്കത്തില്ലായിരുന്നോ? ഇല്ല, നടക്കുന്നതല്ല, ഇങ്ങനെ കൊഞ്ചും. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് എടുത്തിട്ട് പോയിട്ടുണ്ടല്ലേ. ഞാൻ ഇവിടെ ഒന്ന് ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ വെളിയിലേക്ക് നോക്കുമോ? എല്ലാ കുട്ടികളും, എല്ലാ അമ്മമാരും LKG ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ നോക്കും. നമ്മുടെ പിള്ളേർ എന്ത് ചെയ്യുന്നു, കരയുന്നോ, നല്ലപോലെ ഇരിക്കുന്നോ എന്നൊക്കെ നോക്കൂ. അപ്പം ഞാൻ ക്ലാസ് വിട്ടിട്ട് എങ്ങനെയായിരിക്കും ഇറങ്ങി വരുന്നത്? സന്തോഷത്തിലായിരിക്കും വരുന്നത്. ഓടിയൊക്കെ വരും, ഓടിച്ചാടി തുള്ളിച്ചാടി. അവിടെ ഒരു സ്പോട്ടുണ്ട് അവിടെ. അപ്പം ഇപ്പം ഞാനൊക്കെ വരാൻ ഒരു ഇച്ചിരി ലേറ്റ് ആയല്ലേ, അമ്മൂൻ്റെ ലഞ്ച് അന്ന് ഈ LKG പഠിക്കുമ്പോൾ നമുക്ക് 12:30 അങ്ങനെ എന്തോ വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആണോ? ആ, അപ്പോൾ കുറച്ച് നേരത്തെ ഭക്ഷണം ഒരു മെയിൻ സംഭവമായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ 12:30 വരെ സ്കൂൾ ഉള്ളെങ്കിലും ഞാൻ ഫുഡും കൊണ്ടുവരുന്നത്. ഫുഡും കൊണ്ടുവരണം, ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവരണം. എന്നിട്ട് ആ ഒരു സ്പോട്ടിൽ അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഈ ബിൽഡിംഗ് ആക്ച്വലി പിന്നെ വന്നു. അത് മാറി കേട്ടോ. ഇവിടെ ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ അമ്മ മിക്കപ്പോഴും അവിടെ ഇരുന്നിട്ട് എൻ്റെ മെമ്മറിയിൽ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ പലപ്പോഴും കൊണ്ടുവരും. മുരിങ്ങയൊക്കെ എടുത്തില്ല, ലാവിഷായിട്ട്. അങ്ങനെയല്ല, ഒരു ലോക്കലായിട്ട്. ഒരു ചമ്മലൊന്നും അറിയോ. LKG ആകുമ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ വലിയ ഫ്രണ്ട്സ് നോക്കും, എന്ത് വിചാരിക്കും എന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ കഴിച്ചിട്ട് ഞാൻ പറയും, അമ്മ എന്തിനാ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്, അവിടെ ഇരുന്ന് കഴിച്ചിട്ട്. അപ്പോൾ അമ്മ ചിരിച്ചിരിക്കും. ഹാപ്പി ആയിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ല. ഈ സ്പോട്ടിലാണ് ഇവിടെ കഴിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, അത് പോയി. ഈ ബിൽഡിംഗ് പിന്നെ പുതുക്കിയപ്പോൾ. ഇനി എന്താ കാണിച്ചു തരാ? സോ യാ, നമ്മളെന്തൊക്കെ കണ്ടു? സ്റ്റേജ് കണ്ടു, LKGയുടെ ക്ലാസ് കണ്ടു,
ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ല എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇവിടെയായിരുന്നു. 10th സ്റ്റാൻഡേർഡ് കണ്ടു. ഇതൊരു പുളിയുടെ മരം കേട്ടോ. നമ്മളെപ്പോഴും ഇവിടെ ഇങ്ങനെ നടക്കും, ഇവിടെ കൂടി മറ്റേ പുളി വല്ലതും താഴെ വീട് കിടപ്പുണ്ടോ, ഇത് കേടായൊരു പുളിയുണ്ട്. ഇവിടെ ഫുൾ പുളിയാണ്. നമ്മൾ ഈ വഴിയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു പുളിയുണ്ടോ എന്ന് നോക്കിയിട്ട്. പിന്നെ ഇവിടെയൊക്കെയാണ് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത്. ഈ വല്ല പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കും ദിസ് ഇസ് ദറ്റ് ന്യൂ ഹാൾ, അടച്ചിട്ടിരുന്ന ഹാൾ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന വാക്കാണ് എവിടെ പ്രാക്ടീസ്, ന്യൂ ഹാളിൻ്റെ ബാക്കിൽ, ബിഹൈൻഡ് ദ ന്യൂ ഹാൾ. സോ അവിടെയും ഇവിടെയായിരിക്കും പ്രാക്ടീസ് നടക്കുന്നത്. ഇങ്ങനെ ഓരോ ഗ്രീൻ ഹൗസ്, ബ്ലൂ ഹൗസ് എന്ന് പറയുമ്പോൾ ഓരോ ഹൗസ് അവിടെ ഇങ്ങനെ ആയിട്ട് വരും. ദിസ് ബിൽഡിംഗ് ഇതിനെ കുറിച്ചിട്ടൊരു കോമഡി ഉണ്ട് പറയാൻ. സോ ഇൻ മൈ സ്കൂൾ വി നെവർ ഹാഡ് എ ഫാൻസി ക്യാൻറ്റീൻ. അപ്പോൾ ഈ സെയിൻറ്റ് തോമസിലെ പിള്ളേരൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ വരുമ്പോൾ അവർ പറയാറുണ്ട്, ഇടും നമുക്ക് വലിയ ക്യാൻറ്റീനുണ്ട്, അവിടെ പൊറോട്ട കിട്ടും, ചിക്കൻ ഫ്രൈ കിട്ടും, ബിരിയാണി കിട്ടും എന്നൊക്കെ. നമ്മൾക്ക് ആകെ മറ്റേ അവിടെ ഒരു കൊച്ചു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ മറ്റേ മീറ്റ് റോൾ, കട്ട്ലറ്റ് ഇതൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആഗ്രഹമായിരുന്നു ഒരു വലിയ ക്യാൻറ്റീൻ. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുമായിരുന്നു. ഇറ്റ് ഈസ് എ വെരി ബിഗ് ബിൽഡിംഗ്. നമ്മളൊക്കെ വിചാരിച്ചേടോ ദിസ് ഇസ് ഇറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കൊതിയാണ് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ക്യാൻറ്റീൻ. വി നെവർ ഹാഡ് ദാറ്റ്. നമുക്ക് അവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് അതായിരുന്നു ക്യാൻറ്റീൻ. അപ്പോൾ ഈ ബിൽഡിംഗ് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനും ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ക്യാൻറ്റീൻ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ക്യാൻറ്റീൻ, പൊറോട്ടയും ചിക്കനും കിട്ടുന്ന, ബിരിയാണി കിട്ടുന്ന ക്യാൻറ്റീൻ. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അത് ടോയ്ലറ്റായിരുന്നു. ടോയ്ലറ്റ് പക്ഷെ ഭയങ്കര അടിപൊളി ബാത്റൂമായിരുന്നു കേട്ടോ, ലക്ഷറി ബാത്റൂമായിരുന്നു. അത് നല്ലതായിരുന്നു. പിന്നെ നമ്മളൊക്കെ ഈ ബാത്റൂമിലായിരുന്നു പോകുന്നത്. പക്ഷേ വി ഓൾ വാണ്ടഡ് എ ക്യാൻറ്റീൻ. പിന്നെ വീണ്ടും അപ്പുറത്ത് ദാരിദ്ര്യം പിടിച്ച ക്യാൻറ്റീനായിരുന്നു. അങ്ങനെ ഇവിടെയാണ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ് റൂം. എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസ് റൂം മാത്രം മേളിലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗേറ്റ് ഇവിടെയാണ്. അപ്പോൾ ഇത് ഏറ്റവും താഴെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെയൊക്കെ ലഞ്ച് എന്നും വളരെ സാധാരണ ലഞ്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ ചോറ് വെണ്ടയ്ക്കായിരുന്നു എൻ്റെയൊക്കെ സ്ഥിരം ലഞ്ച്. അപ്പോൾ റിയയുടെ ലഞ്ച് എന്നും ഉച്ചയ്ക്കാണ് കൊണ്ടുവരിക. റിയയുടെ അമ്മ സജ്നാൻറ്റി എന്നും ഉച്ചയ്ക്കാകുമ്പോൾ മറ്റേ ചൂടായിട്ട് ലഞ്ച് കൊണ്ടുവരും. ഗീ റൈസ്, ചിക്കൻ ഫ്രൈ, മട്ടൻ കറി, അങ്ങനെ എന്തെങ്കിലും ഭയങ്കര അടിപൊളി ലഞ്ചായിരിക്കും. അതും ചൂടായിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുവരും. അപ്പം ഞാനും റിയയും അവിടെ നിന്ന് ഇറങ്ങി വരും, ലഞ്ച് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ലഞ്ച് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ട് തിരിച്ച് മേളിൽ കയറി പോകും. കാരണം മേളിൽ കൊണ്ടുപോയാൽ പിന്നെ എല്ലാവരും കൂടി കൈയിട്ട് വാരി അതിലൊന്നും കിട്ടത്തില്ല. അപ്പം നമ്മൾ നൈസായിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് മേളിൽ പോയിട്ട് പറയും വല്ല ചോറ് വെണ്ടയ്ക്കായിരുന്നു എന്നെല്ലാം പറയും. സോ അതാണ് ഈ സ്പോട്ടിൻ്റെ സിഗ്നിഫിക്കൻസ്. ദിസ് വാസ് ആർ ഗ്രൗണ്ട്. നമ്മൾ ഈ ഗ്രൗണ്ടിന് എന്തായിരുന്നു പറയുന്നത്? ഓൾഡ് ഗ്രൗണ്ടോ? അയ്യോ ഞാൻ മറന്നു കേട്ടോ. ഗ്രൗണ്ട് കാരണം അധികം ഗ്രൗണ്ട്സ് ഇല്ല. അപ്പോൾ എല്ലാവരും മറ്റത് വാസ് ഗ്രോട്ടോ ഗ്രൗണ്ട്. സോ ദിസ് വാസ് ഐ ഫൊഗോട്ട് എന്തോ ഒരു ഗ്രൗണ്ട്. സോ ഈ സ്റ്റെപ്സിലാണ് ഇവിടുത്തെ സ്പോർട്സ് ഡേ ഒക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എപ്പോഴും ഇരുന്നുകൊണ്ടിരുന്നത്. ബിക്കോസ് ഐ വുഡ് നെവർ പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് ഡേ. ഐ വാസ് നെവർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്. സോ എനിക്ക് സ്പോർട്സ് ഡേയിൽ ചിയറിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ മറ്റേ പോംസ് എന്ന് പറയുന്ന സാധനമില്ലേ, മറ്റേ കളർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നത്. സോ ഞാനായിരുന്നു അതിൻ്റെ ഇൻചാർജ്. ഐ മേക്ക് ദ പോംസ് ഇൻ എൻ്റെ ഹൗസിന് ഞാൻ മറ്റേ ഈ ബ്ലൂ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ യൂണിഫോം സ്കേർട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സ്കേർട്ടൊക്കെ ഇട്ട് മറ്റേ ചിയർ ഗേൾ ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും സ്പോർട്സ് ഡേക്ക് ഇരിക്കുന്ന സ്ഥലം അതായിരുന്നു. ബിക്കോസ് എനിക്ക് ഇവിടെ ഇറങ്ങി ഓടാനും ചാടാനും ഒന്നും താല്പര്യമില്ലായിരുന്നു. I'll tell you one funny story, okay? So ഈ മരങ്ങൾ കണ്ടോ, all these trees. So നമ്മൾ when we were in school we used to play a game called touching the wood, okay? നമുക്ക് അറിയായിരിക്കും മിക്കവാറും. ടച്ചിങ് ദ വുഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ ക്യാച്ചർ. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ട്രീയിൽ നിൽക്കുകയാണെങ്കിൽ ക്യാച്ചർ ഇപ്പോൾ നമ്മൾ ഈ ട്രീയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ട് 5 പേരിങ്ങനെ ആ ട്രീയിൽ ടച്ച് ചെയ്ത് നിൽക്കണം. ഓക്കെ, ട്രീയിൽ ടച്ച് ചെയ്ത് നിന്നാൽ ക്യാച്ചറിനെ നമ്മളെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ക്യാച്ചർ പറയും ദാറ്റ് ട്രീ. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ലൈൻ ഉണ്ടാക്കി അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂടിയൊക്കെ ഓടിപ്പോയി ആ ട്രീയിൽ ടച്ച് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ക്യാച്ചർ നമ്മളെ പിടിച്ചാൽ നമ്മൾ ക്യാച്ചറോ ഓടി എങ്ങനെയെങ്കിലും ആ ട്രീയിൽ പോയി ടച്ച് ചെയ്താൽ നമ്മൾ ജയിച്ചു. നമ്മൾ സേവായി അങ്ങനെ. സോ ഐ ലൈക്ക് ഐ ടോൾഡ് യു, എനിക്ക് സ്പോർട്സ് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓടാനൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ക്യാച്ചർ ആവാൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഞാൻ ക്യാച്ചർ ആയാൽ പിന്നെ ദിവസം മൊത്തം ഞാനായിരിക്കും ക്യാച്ചർ. അപ്പോൾ ഞാൻ 5th പഠിക്കുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഋത്തിക, നമിത, ഹന്ന
and somebody, I can't remember. We were playing. So everybody knew that I didn't like to be the catcher. അപ്പോൾ ഇങ്ങനെ കളിച്ച് വന്നപ്പോഴത്തേക്ക് എങ്ങനെയോ എന്നെ പിടിച്ചു, ഞാൻ ക്യാച്ചറായി. അപ്പോൾ എനിക്ക് ക്യാച്ചറാവാൻ ഇഷ്ടമല്ല എന്ന് അവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരൊക്കെ പറ്റും യു ബിക്കേം ദ ക്യാച്ചർ എന്നൊക്കെ പറഞ്ഞേ. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് വാസ് ഐ എ സൈക്കോ എന്നേ. എനിക്കതങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല, എനിക്കതങ്ങ് ഫീലായി. മറ്റേ മഹേഷിൻ്റെ പ്രതികാരത്തിൽ കുമ്പളങ്ങി നൈറ്റ്സിൽ ഷമ്മിയായിപ്പോയി ഞാൻ. എന്നുവെച്ചാൽ എന്നെ അവർ നോക്കി മറ്റേ പരിഹസിച്ച് ചിരിച്ചപ്പോൾ എനിക്കങ്ങോട്ട് ഹേർട്ടായി. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, സോ അവിടെ ഒരു ബാത്റൂമുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ നിന്നോ, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. ആൻഡ് ലൈക്ക് ഓൺ സൈക്കോ ഞാൻ ബാത്റൂമിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഹേർട്ടായ ഈഗോയും കൊണ്ട് ഞാനിങ്ങനെ നടന്ന് ഞാൻ ക്ലാസ്സിൽ പോയി. ഞാൻ ക്ലാസ്സിൽ പോയി ഒന്നും അറിയാതെ അവിടെ ഇരുന്ന മറ്റേ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു. ബെല്ലടിച്ചപ്പോഴത്തേക്ക് ഇവർ 4 പേരും തിരിച്ചു വന്നു. ഇവരെന്നെ നോക്കിയിട്ട് എവിടെയായിരുന്നെന്ന് ചോദിച്ചു. ഞാൻ മറ്റേ അവരെ നോക്കാതെയൊക്കെ ഇരുന്നു. സോ ഐ തിങ്ക് എനിക്ക് കുറച്ച് സൈക്കോ വൈബ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഗ്രൗണ്ട് ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നതാ. The thing, if you've studied for so many years in one school, is ഏതൊരു മുക്കിലും മൂലയിലും പോയാലും you can have a memory, a story. Yeah. Now I think so this bathroom is for 4th standard, 5th standard, 6th standard and 7th standard only. So when I was in 7th standard and when I was in 4th standard and all, പെട്ടെന്ന് ഈ ബാത്റൂമിലേക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ യു ഫീൽ ലൈക്ക് എ ബിഗ് ഗേൾ. അല്ലെങ്കിൽ മറ്റേ അപ്പുറത്ത് പഴയ ബാത്റൂം ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് മറ്റേ വലിയ കുട്ടികളുടെ ബാത്റൂമിലേക്ക് എത്തി. ദിസ് ഈസ് എൻ അഡ്വൈസ് ടു ഓൾ സ്കൂൾ ഗോയിങ് കിഡ്സ്. മോസ്റ്റ് ചിൽഡ്രൻ വെള്ളവും കുടിക്കത്തില്ല, ബാത്റൂമിലും പോകത്തില്ല, വിച്ച് ഈസ് വെരി ബാഡ്. ഇഫ് യു ആർ ഇൻ സ്കൂൾ ഓർ whatever, drink water and go and pee. അല്ലെങ്കിൽ it's very bad for your health. Yeah. So I think that's the end of this vlog. I mean, I'm so happy that I actually came today because I feel so happy. Yeah. ഒരു ഭയങ്കര സന്തോഷം കേട്ടോ when I came to my school. Because ഓരോരോ സ്ഥലം കാണുമ്പോഴും I can remember ഏതെങ്കിലും ദിവസങ്ങളിൽ നമുക്ക് സന്തോഷമുള്ള സംഭവങ്ങൾ സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന മൊമെൻറ്റ്, അല്ലെങ്കിൽ വിഷമിച്ച് എവിടെയെങ്കിലും വന്നിരുന്നത്. It's mad, dude. I mean, I feel so happy. അപ്പോൾ yes, I'm very happy that I came to my school today. നിങ്ങൾക്കും if you actually need a little bit of an emotional break, ഒരു സന്തോഷം, സമാധാനം, and all, go to your school. ബിക്കോസ് ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു കാണും. എന്നെ ക്ലാസ് ലീഡർ ആക്കിയില്ല, അല്ലെങ്കിൽ ഞാൻ ആ കോമ്പറ്റീഷനിൽ തോറ്റു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് മിണ്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് വേറൊരു കുട്ടീൻ്റെ അടുത്ത് കൂടുതൽ മിണ്ടി. ദീസ് ആർ യുവർ ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ്, നോ? സോ യു ജസ്റ്റ് ഫീൽ സോ ലൈറ്റ് വെൻ യു കം ടു യുവർ സ്കൂൾ. യു ഫീൽ ലൈക്ക് എ സ്കൂൾ ഗേൾ അഗൈൻ. യാ, സോ ലെറ്റ് മീ ട്രൈ കുറച്ച് ഒരു വാക്ക് ഡൗൺ ദ മെമ്മറി ലീൻ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ഇവിടെ. ആൻഡ് യാ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ലൈക്ക് സോ മെനി കോമ്പറ്റീഷൻസ്. എനിക്കിങ്ങനെ ഇവിടേക്ക് നിൽക്കുമ്പോൾ ആ സ്പീക്കറിൻ്റെ സൗണ്ടൊക്കെ ഓർമ്മ വരുന്നത്. ഇങ്ങനെ അനൗൺസ് ചെയ്യത്തില്ലേ നമ്മൾ കോമ്പറ്റീഷനിൽ പ്രൈസൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഐറ്റംസിൻ്റെയൊക്കെ നമ്മൾ മറ്റേ ഗ്രൂപ്പായിട്ട് ഇങ്ങനെയൊക്കെ നിന്നിട്ട്. ബട്ട് യെസ്, ഐ എം വെരി ഹാപ്പി ദറ്റ് ഐ ഹാഡ് എ ഹാപ്പി childhood, happy school days and all of that. So many memories. So yeah, that's it. If you like this video, go back to your school sometime, or at least go and look at your school time pictures or something. The next prize, trophy awarded for outstanding contribution in cultural activities, Ahana Krishna. I, Ahana Krishna, on behalf of this school, would like to congratulate all participants and prize winners
for leading the way in attaining many great accomplishments. Your work and accomplishments are recognized by each and every member of this school.